ഹലോ ഫ്രണ്ട്സ്, വെള്ളം ഗാർഡൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പള്ളി നേർച്ചയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കാണാൻ പോവുകയാണ്. അമ്മ വരണില്ലേ, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു, അമ്മ വരണില്ല കേട്ടോ. പിന്നെ കണ്ടു ഞങ്ങൾ നേരെ ശരിയായിട്ടൊന്നുമില്ല, അപ്പോൾ അമ്മ വരണില്ല പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കരടിയും മുയലും പിന്നെ ഒരു ഗൊറില്ലയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാശിക്കുട്ടനും ഗൊറില്ലേനൊക്കെ കണ്ട് പേടിയായി. അമ്മ അത് ഫേക്കാണ് അമ്മ, അത് ശരിക്കാണ് അമ്മ, അതെന്തെങ്കിലും ചെയ്യമ്മ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട് പരിപാടികളൊക്കെ കാണാൻ. അപ്പോൾ നല്ല തിരക്കുണ്ട്, വണ്ടിയൊന്നും അങ്ങോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പകുതി വെച്ച് നിർത്തിയിട്ട് നമ്മളവിടെ നടന്ന് പോവുകയാണ് കേട്ടോ. നിറയെ പരിപാടി, റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല, അത്രയും തിരക്കുണ്ടോ പരിപാടികളുണ്ട്. പരിപാടീൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് നമ്മൾ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് തൊഴാൻ പോവുകയാണ്. അപ്പോൾ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും പോയി തൊഴുതും അവനവനെ പറ്റണ വഴിപാടുകളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളും പോയി തൊഴുതു അവിടെ പ്രസാദമൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണനാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൻ അവിടെ നിൽക്കണുണ്ടേ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനും എല്ലാവരും കൂടെ തൊഴുതു പ്രസാദമൊക്കെ മേടിച്ചു. അപ്പോൾ കാശിക്കുട്ടൻ ഓരോ കോപ്പറാടിത്തരങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ണൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ പഴയലക്കടി സെൻറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പരിപാടികൾ മൊത്തം എത്തിച്ചേർന്നത് പഴയലക്കടി സെൻറ്ററിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു കേട്ടോ. കണ്ണനും കാശിക്കുട്ടൻ ഞാനും ഏട്ടനെ കണ്ടതിൻ്റെ പകുതി വെച്ച് നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടിനെയും കണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി. ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കൂടെ പണിയെടുക്കുന്ന ആളാണ് കേട്ടോ. അവൻ്റെ പേര് നിഷാദ് എന്നാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നേരെ പഴയലക്കടി സെൻറ്ററിലേക്ക് പോയി അവിടെ വെച്ച് പരിപാടികൾ കാണണം. അപ്പോൾ പിന്നെ അവിടെ അന്ന് വരുന്ന എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരി നിന്ന് നമ്മൾ നല്ല തിരക്കുണ്ടാവും, വരി നിന്ന് നമ്മൾ സാവകാശത്തിൽ കിട്ടുള്ളൂ കേട്ടോ. എന്നാലും അത് പ്രസാദമാണല്ലോ, അത് കഴിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വരി നിൽക്കുകയാണ് കേട്ടോ. എത്താറാവണേ ഉള്ളൂ, നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. അത് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും അത് നിൽക്കാതിരിക്കില്ല, അതവിടെ നിന്ന് കഴിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ എല്ലാവരും. അങ്ങനെയാണ് എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട്, ഒരു വർഷം പോലും നമ്മൾ മിസ്സാക്കാറില്ല. നമ്മൾ പോവാറുണ്ട്, തൊഴുകും, അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് വാങ്ങാൻ പോകും. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വരാറ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഏട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കുറേ DJ പ്രോഗ്രാമും കുറേ പരിപാടികളും അങ്ങനെയൊക്കെ ഒരാൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ പരിപാടികൾ വന്നിട്ടുണ്ട് ആ ആനയൊക്കെ നിർത്തലാക്കിയതിൻ്റെ ഭാഗമായിട്ട്. എന്നാലും ആൾക്കാർ വളരെ എൻജോയ് ചെയ്ത് തന്നെ കേട്ടോ പോണത്. പൂരെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ പള്ളി നേർച്ച എന്നൊക്കെ പറയണത്. എല്ലാ തരത്തിലുള്ള പരിപാടിയും കാര്യങ്ങളും, പൊരി, അലുവ, കുട്ടികൾക്കുള്ള കളിസാധനങ്ങൾ, എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ കണ്ട് ആഘോഷിച്ചിട്ട് പോണതാണ്. ഇപ്രാവശ്യം നമുക്ക് ഇത്തിരി വ്യത്യസ്തമായി തോന്നുന്നത് ഈ ഒട്ടകമാണ് കേട്ടോ. നമ്മളെ കണ്ണൻ ആദ്യം കണ്ട അമ്മ അതാ കഴുതാന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് കഴുതയല്ല കണ്ണ, അത് ഒട്ടകമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ അതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ നീണ്ട ക്യൂ നിൽക്കലിന് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടോ. അങ്ങനെ അന്നദാനമൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോന്നും നമ്മളോട് പറയുന്നുണ്ട്. വീഡിയോസിന് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ വീഡിയോസ് കാണുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കണ്ടു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞു. നമുക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അതും കൂട്ടത്തിൽ പറയുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അന്നദാനമൊക്കെ മേടിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണനാണ് നമ്മുടെ കുഞ്ഞു ഫാമിലിയെ ഇഷ്ടപ്പെടും. നമ്മളെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.